ഏവർക്കും ഉബിയ വ്ലോഗിലേക്ക് സ്വാഗതം. ചെറിയ പെരുന്നാൾ ദിനത്തിൽ അബുദാബി പാങ് കൂട്ടായ്മ സംഘടിപ്പിച്ച സ്നേഹസംഗമ യാത്രയിലെ ബാക്കി ഭാഗം ഈ വീഡിയോയിൽ കാണാം. കോർഫുഖാനിലേക്ക് ഞങ്ങൾ പോകുന്നത് വലിയ മലകൾ തുരന്നുണ്ടാക്കിയ 5ഓളം തുരങ്കങ്ങളിലൂടെയാണ്. നിങ്ങൾക്കെന്നും പറയാം, ഒരു വിഷയമല്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളടിയിൽ പാട്ട് പാടുന്നത്. തളിർമുല്ല വിധാനിച്ച മണിയറയിൽ ണഞ്ഞിടും സുദിനമിത് ഈ അസുലഭ സുരഭിര നിർവൃതിയിൽ പുതുനാരി പെണ്ണിന് രോമാഞ്ചം എന്തൊരാവേശം എന്തൊരാമാദം നാരി പെണ്ണിന് രോമാഞ്ചം എന്തൊരാവേശം എന്തൊരായാദം എന്തൊരാവേശം എന്തൊരാമാദം പുതുനാരി പെണ്ണിന് രോമാഞ്ചം. കല്ലിൽ കിടക്കോളം അവസരം തരാം. തയ്യാറായിക്കൊണ്ടിട്ടാണല്ലേ? ഏകദേശം എത്ര ആയിട്ടുണ്ട്? കിലോമീറ്ററുകൾ 1 കിലോമീറ്റർ 3 1.3 കിലോമീറ്റർ. ഇനിയും ടണലുകളുണ്ട്. അപ്പൊ ഒരു ടണലാണ് ഇപ്പൊ നമ്മൾ കടന്നു. മല തുറന്നിട്ടുള്ള ഒരു ടണലാണ്. അവിടെ ഒരു മാർക്കറ്റ് കണ്ടത് പള്ളി. അപ്പൊ രണ്ടാമത്തെ തമിഴ്ക്ക് നമ്മൾ കയറി. എത്ര കണ്ടാ ചെറിയതാണ്. മൂന്നാമത്തെ തുരങ്കം 3 കിലോമീറ്ററോളം ദൈർഘ്യമുണ്ട്. ഈ ടണലിന് ശേഷം കിട്ടുന്ന എക്സിറ്റ് എടുത്താൽ ഒരു കുഞ്ഞു തടാകത്തിന്റെ അരികിലേക്ക് നമുക്ക് പോകാം. ഞങ്ങൾ അവിടേക്ക് നീങ്ങി. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മള് ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ കയറണം. കാരണം ട്രാഫിക് ബ്ലോക്ക് ഉണ്ട്. നമ്മളൊരു പോലീസുകാരെ നമ്മളൊരു അവസരം തന്നതാണ്. അതിലൊരു ബുദ്ധിമുട്ട് വരുത്തരുത്. കാരണം നമുക്ക് യാത്രക്ക് പ്രയാസങ്ങളുണ്ടാവും. നമ്മൾ ഇറങ്ങിയ ഫോട്ടോ എടുക്കണ്ടല്ലോ, അവിടെ നിന്ന് പെട്ടെന്ന് ഫോട്ടോ എടുക്കുക, നമ്മൾ തിരിച്ചു കഴിയും. ഓക്കെ. പിന്നെ ചുറ്റുപാട് പാറക്കെട്ടുകൾ നിറഞ്ഞ് ഈ ഒരു സ്ഥലത്ത് പ്രത്യേകം മരുഭൂമിയും വമ്പൻ പാറകളും മലകളും മാത്രമായി കണ്ട ഞങ്ങളുടെ യാത്രയിൽ ഈ മലകൾക്കിടയിലെ തടാകം കണ്ടപ്പോൾ വളരെയധികം ആശ്ചര്യമായി തോന്നി. ചെറിയ തോണികളും ബോട്ടുകളുമെല്ലാം തടാകത്തിൽ ഉല്ലസിക്കുന്നുണ്ട്. ശീതളമായ ഇളം കാറ്റുകൊണ്ട് തടാകത്തിനരികെ ഇരുന്നു വിശ്രമിക്കാനും സൗകര്യങ്ങളുണ്ട്. കുറച്ചു സമയം അവിടെ ചെലവഴിച്ച് ഞങ്ങൾ വീണ്ടും യാത്ര ആരംഭിച്ചു. ഇതാ പാടുന്നേ. സലാമോതുന്നേ വിസ്മയിക്കും കളി ഞങ്ങൾ തുടങ്ങിയിടുന്നേ. കോർഫുഖാൻ കടൽ തീരത്തുകൂടെ ഞങ്ങൾ നീങ്ങുമ്പോൾ ചരിത്രപ്രസിദ്ധമായ കടലിൽ നിലകൊള്ളുന്ന ഒരു കൂറ്റൻ പാറ കാണാൻ ഞങ്ങൾ ഇറങ്ങി. നമ്മുടെ മുൻഗാമികൾ പണ്ടുകാലങ്ങളിൽ പായക്കപ്പലുകളിലും ലോഞ്ചിലും പത്തേമാരിയിലുമെല്ലാം യാത്ര ചെയ്ത് ഈ മണ്ണിൽ കാലുകുത്താൻ വേണ്ടി അടയാളം വെച്ചിരുന്ന ഒരു വമ്പൻ പാറയാണത്. അടയാളപ്പാറ എന്ന് തന്നെയാണ് ഇന്നും അതിനെ അറിയപ്പെടുന്നത്.
ആ ചരിത്ര സംഭവങ്ങളൊക്കെ നമ്മുടെ കാരണവരായ മധുവേട്ടൻ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. പിന്നീട് നേരെ പോയത് പുരാതനമായ ബിദിയ പള്ളിയിലേക്കാണ്. 1400ഓളം വർഷം പഴക്കമുള്ള ഒരു പള്ളിയാണ് ഈ ബിദിയ പള്ളി. പള്ളിയുടെ പരിസരമെല്ലാം പെരുന്നാൾ ദിനമായതിനാൽ സന്ദർശകരാൽ നിറഞ്ഞിരിക്കുന്നു. പള്ളിയുടെ അകത്തൊന്ന് കയറി നോക്കി. ചെറിയതാണെങ്കിലും കുറച്ചാളുകളെല്ലാം അസ്ർ നിസ്കരിക്കുന്നുണ്ട്. സ്ഥലപരിമിതി കാരണം മറ്റൊരു പള്ളിയിലാണ് ഞങ്ങൾ അസ്ർ നിസ്കരിച്ചത്. അപ്പോഴേക്കും 4 മണി ചായക്കുള്ള സമയമായിരുന്നു. ചായക്കട കണ്ടെത്തി ചായ ഓർഡർ ചെയ്തു. ചായക്ക് സ്നാക്സ് മുൻകൂട്ടി ഞങ്ങൾ കണ്ടിരുന്നു. കൂടാതെ നമ്മുടെ അഷ്റഫ് അലിയുടെ പെങ്ങൾ ഖത്തറിൽ നിന്നും അബുദാബിയിലേക്ക് വിസിറ്റ് വന്നപ്പോൾ ഉണ്ടാക്കി കൊണ്ടുവന്ന സ്പെഷ്യലായിട്ടുള്ള അരിയുണ്ടയും ഉണ്ടായിരുന്നു. എല്ലാവരും നല്ല ചൂട് ചായയും സ്നാക്സുമെല്ലാം കഴിച്ച് ഒന്ന് റീഫ്രഷായി. അവിടെ നിന്നും ആംബി തിയേറ്ററും മനുഷ്യനിർമ്മിത വാട്ടർഫാൾസും കാണാൻ ഞങ്ങൾ നീങ്ങി. പ്രകൃതി കനിഞ്ഞേകിയ ഒരുപാട് വെള്ളച്ചാട്ടങ്ങൾ നാട്ടിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. UAEയുടെ പ്രകൃതിയിൽ ഇതാദ്യമായിട്ടാണ് ഇങ്ങനെയൊരു അനുഭവം. മനുഷ്യനിർമ്മിതമാണെങ്കിലും പ്രകൃതി രമണീയമായ കാഴ്ച കാണുന്ന അനുഭൂതി തന്നെയാണ് ലഭിച്ചത്. ഒന്നിച്ചും തനിച്ചുമെല്ലാം ഫോട്ടോസ് എടുത്ത് വെള്ളച്ചാട്ടത്തിന്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് ഫുജൈറ ബീച്ചിലേക്ക് ഞങ്ങൾ നീങ്ങി. കോർഫുഖാൻ ബീച്ചിന്റെ എതിർവശത്താണ് കൃത്രിമ വെള്ളച്ചാട്ടവും തിയേറ്ററുമെല്ലാം സ്ഥിതി ചെയ്യുന്നത്. ബീച്ചിൽ കുളിക്കാനൊരുങ്ങി തന്നെയാണ് ഞങ്ങൾ പോയിരുന്നത്. എന്നാൽ ബീച്ചിന്റെ പരിസരമെല്ലാം അറ്റകുറ്റപ്പണികൾ നടക്കുന്ന കാരണം കടലിൽ കുളിക്കാൻ പറ്റിയ സാഹചര്യമായിരുന്നില്ല. ഞങ്ങൾ ഫുജൈറ ബീച്ചിലെത്തി ബസ്സിനുള്ള പാർക്കിംഗ് സ്ഥലത്തേക്ക് നീങ്ങി. ഇവിടെ എത്തിയപ്പോഴേക്കും സായാഹ്നമായിരുന്നു. പ്രതീക്ഷകളൊക്കെ തെറ്റി. ഇനി കടലിൽ നീരാടാൻ പറ്റില്ല. ഫുജൈറ ബീച്ചിലെത്തി ബസ്സിനുള്ള പാർക്കിംഗ് സ്ഥലത്തേക്ക് നീങ്ങി. ഇവിടെ എത്തിയപ്പോഴേക്കും സായാഹ്നമായിരുന്നു. നമ്പറുള്ള ബീച്ച് ഇത് പൊന്നാറ സർഫ് ഇവിടുന്ന് പോകുമ്പോ നമ്മള് നേരെ കൽബ വഴി പോകണല്ലേ. പാർക്കിംഗ് 2, 3 നേരെ ഈ സൈഡ് കംപ്ലീറ്റ് എന്നാ കളിക്കലൊക്കെ നടക്കും. അതെ കളർ ചേഞ്ച് ഉണ്ട് കേട്ടാ. അതായത് ചോട്ടെ കളർ ചേഞ്ച് ആവുന്നുണ്ട്. ഇനി ട്രെയിൻ ഉണ്ട് കേട്ടോ കയറണമെങ്കിൽ. നല്ല ഫുജൈറ ബീച്ചിലെത്തി ബസ്സിനുള്ള പാർക്കിംഗ് സ്ഥലത്തേക്ക് നീങ്ങി. ഇവിടെ എത്തിയപ്പോഴേക്കും സായാഹ്നമായിരിക്കുന്നു. പ്രതീക്ഷകളൊക്കെ തെറ്റി. ഇനി കടലിൽ നീരാടാൻ പറ്റില്ല. എങ്കിലും ബീച്ചിന്റെ പരിസരമെല്ലാം വീക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങി. ബീച്ചിന്റെ പരിസരം വളരെ വൃത്തിയും മനോഹരവുമായിരുന്നു. കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ചെറിയ ചെറിയ വെള്ളച്ചാട്ടമെല്ലാം ഉണ്ട്. കടലിൽ ഇറങ്ങിയില്ലെങ്കിലും കടൽ തീരത്തുകൂടെ അല്പദൂരം നടന്നു.
മനസ്സിനെയും ശരീരത്തെയും ശാന്തമാക്കുന്ന നല്ല മന്ദമാരുതന്റെ തലോടൽ മനസ്സിന് നല്ല അനുഭൂതിയാണ് ലഭിച്ചത്. സമയം 8 മണിയായിരിക്കുന്നു. ഏകദേശം 45 മിനിറ്റ് ഈ സുന്ദര തീരത്ത് ചെലവഴിച്ചു. അടുത്തതായി പുരാതന കോട്ട കാണാൻ ഞങ്ങൾ നീങ്ങി. കോട്ടയുടെ അടുത്ത് കൂടുതൽ വൈകാതെ തന്നെ ഞങ്ങളെത്തി. കോട്ടയുടെ അടുത്തേക്ക് പ്രവേശിക്കുന്ന സമയം അവസാനിച്ചിരിക്കുന്നു. എങ്കിലും കോട്ടയുടെ പുറംഭാഗം പല വർണ്ണങ്ങളിലുള്ള ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ചതിനാൽ പുറത്തുള്ള കാഴ്ചകളെല്ലാം കണ്ട് കുറച്ചു സമയം ചെലവഴിച്ച് ഫോട്ടോസ് എല്ലാം എടുത്ത് ഞങ്ങൾ അവിടെ നിന്നും യാത്ര തിരിച്ചു. നമസ്കാര സമയം കഴിഞ്ഞതിനാൽ ഫുജൈറയിലെ ഷെയ്ഖ് സായിദ് പള്ളിയിൽ കയറാൻ പറ്റിയില്ല. എങ്കിലും പള്ളിയുടെ ബാഹ്യഭംഗി ആസ്വദിച്ചുകൊണ്ട് ഞങ്ങൾ യാത്ര ചെയ്തു. ഇത്രയും സമയം വരെയുള്ള കാഴ്ചകളും യാത്രയുമെല്ലാം വളരെയധികം സന്തോഷമുള്ളവയായിരുന്നു. കാരണം ഞങ്ങൾ കോർഫുഖാനിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾക്ക് വഴികാട്ടിയായിക്കൊണ്ട് ഫുജൈറയിൽ വർഷങ്ങളോളമായി താമസിക്കുന്ന ഞങ്ങളുടെ നാട്ടുകാരനായ ശ്രീജിത്ത് ഞങ്ങളുടെ കൂടെ ചേർന്നു. മധുരമുള്ള ഒരുപാട് ഓറഞ്ചുമായിട്ടാണ് ശ്രീജിത്ത് വന്നത്. അതപ്പോൾ തന്നെ എല്ലാവർക്കും വിതരണം ചെയ്തു. ശ്രീജിത്ത് ഞങ്ങൾക്ക് നൽകിയ സേവനം ചെറുതല്ല. കോർഫുഖാനിലെയും ഫുജൈറയിലെയും ഓരോ കാഴ്ചകളെപ്പറ്റിയും അവൻ ഞങ്ങൾക്ക് പറഞ്ഞു തന്നുകൊണ്ടേയിരുന്നു. സമയപരിധിയും പെരുന്നാളിൻ്റെ തിരക്കും കാരണം എല്ലായിടത്തും കൃത്യസമയങ്ങളിൽ എത്തിപ്പെടാൻ സാധിച്ചിട്ടില്ല. സമയം ഒരുപാട് അതിക്രമിച്ചിരിക്കുന്നു. വേഗം യാത്ര തിരിക്കാൻ തീരുമാനിച്ചു. നമുക്ക് എല്ലാവിധ സഹായ സഹകരണങ്ങളും കാണിച്ചെന്ന് നല്ലൊരു അഭിനന്ദനങ്ങൾ. നമുക്ക് ഇവിടെ ഗൈഡായിട്ട് നമ്മുടെ കൂടെ നിന്ന് ശ്രീജിത്തിനെ പിന്നെ നമ്മുടെ ഒരു സമ്മാനം നൽകുന്നത്. എല്ലാവർക്കും ഈ യാത്ര പുതിയൊരു അനുഭവമായിരുന്നു. കാരണം നമ്മൾ നാട്ടിൽ ചെന്നാൽ സുഹൃത്തുക്കളെല്ലാം കൂട്ടി യാത്ര ചെയ്യാറുണ്ട്. എന്നാൽ ഈ പ്രവാസ ജീവിതത്തിനിടയിൽ ഇങ്ങനെ ഒരു യാത്ര ഈ യാത്രയിലുള്ളവർ ആരും ചെയ്തിട്ടില്ല. 20-25 വർഷം പ്രവാസ ജീവിതം കഴിച്ചു കൂട്ടിയവരും ഇതിലുണ്ട്. യാത്രയിലുടനീളം എല്ലാവർക്കും ആവേശം നൽകിക്കൊണ്ട് കടങ്കഥകൾ ചോദിച്ചും പാട്ടുപാടിയും യാത്രയെ മയക്കത്തിലാക്കാതെ മുന്നോട്ട് നയിച്ചത് നമ്മുടെ എല്ലാമെല്ലാമായ അഷ്റഫ്. പിന്നെ എന്റെ പേര് അഷ്റഫ് അലി. പിന്നെ എന്റെ അധ്യാപകനുണ്ട് ഇവിടെ കൂടെ പഠിച്ച ആൾക്കാരുണ്ട്, അയൽവാസികളുണ്ട്. ഇങ്ങനൊരു അനുഭവം മസ്റ്റാണ്. നമ്മള് പെരുന്നാളായിക്കോട്ടെ, ആഘോഷങ്ങളായിക്കോട്ടെ, ലീവായിക്കോട്ടെ, നമ്മളവിടെ കറങ്ങാൻ പോയിട്ടില്ല. ഞാൻ പോകില്ല. എല്ലാ സ്ഥലങ്ങളിലും വണ്ടി കൊണ്ട് പോകും. പക്ഷെ അൽഹംദുലില്ലാഹ് ഇന്നത്തെ യാത്ര വളരെ റാഹത്തായി. കാഴ്ചകൾ കണ്ടിട്ടില്ല. പക്ഷെ നമ്മളെല്ലാവരും കൂടി
അങ്ങനെ യാത്ര പുറപ്പെട്ട് ഏകദേശം 22 മണിക്കൂർ കഴിഞ്ഞാണ് ഞങ്ങൾ താമസ സ്ഥലങ്ങളിൽ എത്തിയത്. ഈ യാത്രയിൽ ഇനിയും ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വീഡിയോയുടെ ദൈർഘ്യം കാരണം മുഴുവൻ ഉൾപ്പെടുത്തിയിട്ടില്ല. ഈ യാത്രയ്ക്ക് വേണ്ടി മുന്നിട്ടിറങ്ങിയ എല്ലാവർക്കും നന്ദിയും കടപ്പാടും അറിയിക്കുന്നതോടൊപ്പം ഇതുപോലുള്ള യാത്രകൾ ഭാവിയിലും സംഘടിപ്പിച്ചുകൊണ്ട് മനസ്സുകൾ തമ്മിലുള്ള ബന്ധങ്ങൾ ആഴത്തിലാക്കാൻ സാധിക്കട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് തൽക്കാലം വിട. Bring it over to my bed. You don't know who Dance the night away. Live your life and stay young on the floor. tricks to me. I don't know what you do. Dance the night away. Grab somebody, drink a little. तेरी नजरों में है तेरे सपनों में है नाराजी। मुझे लगता है कि बातें दिल की होती लफ्जों की धोखेबाजी। तुम साथ हो या न हो, क्या फर्क है? बेदर्द की जिंदगी बेदर्द. ताना बाना घूमती हवा, घूमती हवा. बूंदे भी तो आए नहीं बाज.